ആലപ്പുഴയിൽ BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയും അഭിഭാഷകനുമായ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിച്ച മാവേലിക്കര സെഷൻസ് കോടതിയുടെ വിധി ഭീകരവാദത്തിനും പോപ്പുലർ ഫ്രണ്ടിനുമുള്ള തിരിച്ചടിയായി. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്നതിന് വരെ ഇടയാക്കിയ സംഭവങ്ങളിലൊന്നാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധം. പോപ്പുലർ ഫ്രണ്ട് ലക്ഷണമൊത്ത ഒരു മതഭീകര സംഘടനയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ശ്രീനിവാസൻ വധം. അത്രയും ഭീതിതവും ക്രൂരവും അതേസമയം ആസൂത്രിതവുമായിരുന്നു രഞ്ജിത്തിൻ്റെ കൊലപാതകം. 4 മാസം മുമ്പേ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയായിരുന്നു കൊലപാതകം. രഞ്ജിത്ത് ശ്രീനിവാസൻ സാധാരണ ഏത് സമയത്ത് എവിടെയൊക്കെ പോകുന്നു എന്നൊക്കെ PFI മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു. കുടുംബാംഗങ്ങളുടെയൊക്കെ വിശദാംശങ്ങൾ PFI ശേഖരിച്ചു വെച്ചിരുന്നു. RSS പ്രവർത്തകനെ കൊലപ്പെടുത്തുകയും അതിന് എവിടെയെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ ഉടനടി രഞ്ജിത്തിനെ കൊലപ്പെടുത്തുകയുമായിരുന്നു PFIയുടെ ലക്ഷ്യം. ഇതിനായി വലിയ ആസൂത്രണം നടത്തിയിരുന്നു. രാവിലെ 8 പേരാണ് രഞ്ജിത്തിൻ്റെ വീട്ടിലേക്ക് കടന്നത്. 8 പേർ തന്നെയാണ് ഭാര്യയുടെയും അമ്മയുടെയും മകളുടെയും മുന്നിലിട്ട് രഞ്ജിത്തിനെ വെട്ടിനുറുക്കിയതും. ഏതെങ്കിലും വഴിയിലൂടെ രഞ്ജിത്ത് രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ അത് തടയാനും ഏതെങ്കിലും ആളുകൾ രഞ്ജിത്തിൻ്റെ രക്ഷയ്ക്കെത്തുകയാണെങ്കിൽ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുമായാണ് സായുധരായിരുന്ന 4 അംഗ സംഘം വീട്ടിൻ്റെ പുറത്തു നിന്നിരുന്നത്. അതേസമയം 3 പേരാണ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതും ഇതിൻ്റെ ഏകോപനം നിർവഹിച്ചതും. ഈ 15 പ്രതികളെയുമാണ് കുറ്റക്കാരാണെന്ന് കണ്ട് കോടതി വധശിക്ഷ വിധിച്ചത്. ഇത്രയധികം പ്രതികൾക്ക് വധശിക്ഷ വിധിക്കുന്നത് സമീപകാലത്ത് ഇതാദ്യമായാണ്. SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പ്രതികൾ 2021 ഡിസംബർ 19 രഞ്ജിത്ത് ശ്രീനിവാസനെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി എന്നാണ് കേസ്. DYSP NR ജയരാജ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് 156 സാക്ഷികൾ, 1000ഓളം രേഖകൾ, 100ൽ പരം തൊണ്ടിമുതലുകൾ എന്നിവ തെളിവിനായി ഹാജരാക്കിയിരുന്നു. രഞ്ജിത്തിനെ കൊലപ്പെടുത്തുന്നതിന് മുന്നോടിയായി പ്രതികൾ 3 തവണ ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു കുറ്റപത്രം. RSS പ്രവർത്തകനായ നന്ദു കൃഷ്ണ വയലാറിൽ കൊല്ലപ്പെട്ടതിൽ തിരിച്ചടി ഉണ്ടാകുമ്പോൾ കൊലപ്പെടുത്തേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാനാണ് പ്രതികൾ ആദ്യം ഗൂഢാലോചന നടത്തിയത്. പിന്നീട് 2021 ഡിസംബർ 18 രാത്രി മണ്ണാഞ്ചേരി, ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപം എന്നിവിടങ്ങളിലായി ഒത്തുചേർന്ന് വീണ്ടും ഗൂഢാലോചന നടത്തി രഞ്ജിത്തിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. സംസ്ഥാനത്ത് നിരവധി പേരെ PFI ഇങ്ങനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ മുസ്ലിം മത പണ്ഡിതർ വരെയുണ്ട്. കൂടുതലും BJP RSS പ്രവർത്തകരാണ് ഇവരുടെ ആക്രമണത്തിനിരയായത്. നേരത്തെ ആലപ്പുഴയിൽ പ്രകോപനപരമായ വിധത്തിൽ അന്യമത വിദ്വേഷം ജനിപ്പിക്കുന്ന വിധത്തിൽ കുട്ടികളെ കൊണ്ടുപോലും മുദ്രാവാക്യം വിളിപ്പിച്ചത് ഇതേ പോപ്പുലർ ഫ്രണ്ടുകാരായിരുന്നു. അരിയും മലരും കുന്തിരിക്കവും വാങ്ങിക്കോ എന്ന് മതഭീകരവാദികൾ ഇതര മതസ്ഥരെ ഭീഷണിപ്പെടുത്തില്ലായിരുന്നു. പക്ഷേ കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങളുടെ തണലിൽ അവർ തഴച്ചു വളർന്നു. പോലീസിലും PFIക്ക് രഹസ്യ സെല്ലുകൾ ഉണ്ടെന്നതാണ് ഇവർക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സഹായകരമാകുന്നത്. കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരെ സഹായിക്കാൻ കഴിയുന്നതും പോലീസിലുള്ള ഇവരുടെ സ്വാധീനം തന്നെ. ഇതേ കേസിൽ വിചാരണ ജില്ലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതി വരെയും സുപ്രീം കോടതി വരെയും പോകാൻ PFIക്ക് സാധിച്ചത് അവരുടെ നെറ്റ്വർക്കിൻ്റെയും പണത്തിൻ്റെയും സ്വാധീനം ഒന്നുകൊണ്ട് മാത്രമാണ്. കേസിലെ പ്രോസിക്യൂഷന് വരെ PFIയുടെ ഭീഷണി ഉണ്ടായിരുന്നു. എന്നാൽ ആലപ്പുഴയിലെ അഭിഭാഷക സമൂഹം ഒറ്റക്കെട്ടായാണ് ഈ കേസിലെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനായി ഒരുമിച്ച് പ്രയത്നിച്ചത്. അഭിഭാഷക കൂടിയാണ് രഞ്ജിത്തിന്റെ ഭാര്യ. അവരുടെ കൺമുന്നിലിട്ടാണ് നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരനായ രഞ്ജിത്തിനെ അക്രമി സംഘം വെട്ടിക്കൊന്നത്. ഒരാളെ മാത്രമല്ല, ഇരയുടെ അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് കൊല്ലുന്നതിലൂടെ 4 പേര് കൊല്ലുന്നതിന് തുല്യമാണിതെന്ന് കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. PFIയെ നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടി ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ കേസിലെ വിധി. PFIയെ നിരോധിച്ചെങ്കിലും പ്രവർത്തകരെല്ലാം ഇപ്പോൾ SDPI എന്ന രാഷ്ട്രീയ ലേബലിലാണ് പ്രവർത്തിക്കുന്നത്. SDPIയെ കൂടി നിരോധനത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നാലേ PFI നിരോധനം ഫലപ്രദമാകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ MalayaliNewsLive.com സബ്സ്ക്രൈബ് ചെയ്യുക.